പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം നൽകി തന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ദൈവം ഏൽപ്പിച്ച ദൂത് കർത്താവിന്റെ വരവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പായി നാം തീരണം. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി പ്രാരംഭമായി കുറച്ച് വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 11:4 മുതൽ 7 വരെയുള്ള വാക്യം. Susan sister വായിക്കാം. ദൈവത്തോട് വാദിക്കുമ്പോൾ അവനെ റോമർ 11:4 മുതൽ 7 വരെ. ബാലിന് മുട്ടുമുട്ടാത്ത 7000. അത് ബാലിന് മുട്ടുമുടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയുമല്ല. ആകയാൽ എന്ത്? ഇസ്രയേൽ ഞാൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 1:9. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ല എങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമേറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. താങ്ക് യു സിസ്റ്റർ. നമ്മൾ ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ നാം പഠിക്കുമ്പോൾ അവിടെയെല്ലാം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ പ്രാപ്തിയുള്ളവരുടെ അതിജീവനം നാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. രോഗങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ അതിജീവനത്തിന്റെ ഒരു തലമുറയാണ് നാം കണ്ടുവരുന്നത്. നമ്മളും കഴിഞ്ഞ നാളുകളിൽ ഒരു അതിജീവനം നമ്മളും കണ്ടവരാണ്. 2020 കോവിഡ് വന്നപ്പോൾ അതിൽ നിന്ന് അതിജീവിച്ച് നമ്മളിപ്പോൾ ഈ ഒരു തലമുറയെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ദൈവം എത്രത്തോളം നന്ദിയുള്ളവരാകണം. എത്രയോ ശേഷിപ്പ്, നമ്മൾ ഒരു ശേഷിപ്പായിട്ട് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിൽ നമ്മൾ വീരന്മാരുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ആരൊക്കെയോ മഹാന്മാരായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കടന്നു പോയിരിക്കുന്ന ഓരോ അല്ലെങ്കിൽ അവരുടെയൊക്കെ പോയിരിക്കുന്ന ദുഷ്കരമായ അല്ലെങ്കിൽ അവരുടെ ഒത്തിരി കഷ്ടതയുടെ പാതകൾ നമുക്ക് കണ്ടുവരുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മംഗോളിയൻ ഗോത്രത്തിലെ ഒരു അടിമയായിരുന്നു ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു അടിമയായിട്ട് നിലനിൽക്കാതെ ആ അടിമത്വത്തിൽ നിന്ന് അതിജീവിച്ച് ലോകത്തിന്റെ ഉച്ചകോടിയിലെത്തി അനേക രാജ്യങ്ങളെ കീഴടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ സിസീലിയൻ ആർമിയിലെ ഒരു അടിമയാക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിനെ അദ്ദേഹത്തിന്റെ ആ കഷ്ടതയുടെ നടുവിൽ അദ്ദേഹം അതിജീവിച്ച് റോമ രാജ്യത്തിന്റെ രാജാവായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അതിജീവിക്കുവാൻ കഴിയാതെ സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് അനേകരെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു തിരഞ്ഞെടുപ്പിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ഒന്ന് ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു 8 പേരെ കാണും. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് പറയുവാൻ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുപോലെ സോതോമിൽ തീയിറങ്ങിയപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും മാത്രം രക്ഷിച്ചു എന്ന് അവിടെ കാണുവാൻ സാധിക്കും. പിന്നീട് യാക്കോബിന്റെ തലമുറയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രൂബേനെ തിരസ്കരിച്ച് യോസെഫിന്റെ മക്കളെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അനേക ആയിരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ പാടെ യോശുവയും കാലേബും മാത്രം ആ തലമുറയിൽ ശേഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം വേദപുസ്തകത്തിലും ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു ശേഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാനിതൊന്നും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ സഭാചരിത്രം നാം പഠിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ കഷ്ടതയുടെ നടുവിൽ വന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നാൽ എല്ലാവരും
പലരും പല കൂട്ടമായി അനേകർ ലക്ഷ്യം തെറ്റി നടക്കുന്ന അനേക സഭകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലരുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ചില നേതൃത്വത്തിന്റെ ദുർവാശിയിലും അവരുടെ സ്റ്റബേൺ നേച്ചർ കൊണ്ടും അനേകർ ഡീവിയേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ കേരളക്കരയിലും അതുപോലെ അനേക സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പൊയ്കയിൽ യോഹനാനും ജൂസി ജോസഫ് എന്നറിയപ്പെടുന്ന വിദ്വാൻ കുട്ടിയാണ്. അത് വിദ്വാൻ കുട്ടിയുടെ ചരിത്രത്തെ ഞാനൊന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് വരും എന്ന് വിശ്വസിച്ച് അവരെല്ലാവരും കൂടെ കൂടിയിരുന്നു. എന്നാൽ കർത്താവ് വന്നില്ല. അനേക ആളുകളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ നയിച്ച അനേകർ അദ്ദേഹത്തിന്റെ സംഗീത പാഠവും അദ്ദേഹത്തിന്റെ കഴിവും കൊണ്ട് ദൈവകൃപയും കൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയായിരുന്നു വിദ്വാൻ കുട്ടി. കാരണം അന്ന് വരെയും ഇംഗ്ലീഷ് പാരമ്പര്യത്തിലുണ്ടായിരുന്ന പാട്ടുകൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ അതിനെ കേരളീയ അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയിലാക്കി തീർത്തത് അദ്ദേഹമാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കർത്താവ് വരുമെന്നുള്ള ഒരു ദർശനം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരുന്നു. എന്നാൽ കർത്താവ് വന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തെറ്റിനെ അംഗീകരിക്കാതെ അദ്ദേഹത്തിന്റെ ശരിയോടുകൂടെ വ്യോമയാന പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പുതിയ പ്രസ്ഥാനം തുടങ്ങി അനേകരെ അദ്ദേഹത്തിന്റെ കൂടെ പിൻപറ്റിയവരെ ദൈവ വഴിയിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നത് തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞത് വന്നതിന്റെ സാരം, നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ശേഷിപ്പായിട്ട് നാം തീരണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കർത്താവ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളും അനേകരും കർത്താവിനെ കുറിച്ച് കേൾക്കുന്നവരെല്ലാവരും ഒത്തിരി പേരുണ്ട്. കാര്യം യൂട്യൂബ് തുറന്നാലും അല്ലെങ്കിൽ എവിടെയും എല്ലായിടത്തും ബോർഡും ഒക്കെ കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ കാര്യങ്ങളും ദൈവത്തെ അറിയുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വരവിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ശേഷിപ്പായിട്ട് നാം തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാരംഭമായിട്ട് വായിച്ച വാക്യത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 7 റോമർ 11:7 വാക്യത്തിൽ, ആകയാൽ ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ഇവിടെ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവർ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മളും ഇപ്പോൾ പലരുടെയും പിടിവാശികളും പലരുടെയും പ്രസ്താവനകളും ഒക്കെ കൊണ്ട് അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിരിക്കുമ്പോൾ നാം കൃപയാൽ അത് പ്രാപിച്ചവരുടെ കൂട്ടത്തിലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ക്രിസ്തുമാർഗം എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു അനുഗ്രഹം മാത്രം പ്രാപിക്കുന്നതല്ല. ക്രിസ്തുമാർഗത്തിന്റെ ഒരു അത്യന്ത്യമായ കർത്തവ്യം നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു മാർഗമാണ്. ദൈവവചനത്തിന്റെ പവിത്രമായി അതിനെ സൂക്ഷിക്കുന്നതിലൂടെയും അതുപോലെ ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെയും ആ നിത്യതയിലേക്കുള്ള ഒരു പാതയാണ് ക്രിസ്തുമാർഗം. എന്നാൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പല പല വചനങ്ങളും അതിനെ നമ്മൾ ക്രിസ്തുമാർഗത്തിലേക്ക് പോകുന്ന ആ വഴിയെ തിരിച്ച് നമ്മൾ ലോകത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ. കാര്യം ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് നയിക്കുന്ന ഈ നമ്മുടെ ദൈവവചനം അതുപോലെ അനുസരിച്ച് നടന്നാൽ നാം നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു മാർഗമാണ് ക്രിസ്തുമാർഗം. എന്നാൽ ആ ക്രിസ്തുമാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും ഈ ദൈവവചനത്തെ വളച്ചൊടിച്ചിട്ട് അല്ലെങ്കിൽ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വസ്തുതയാണ്. കാര്യം എന്നെയും നിങ്ങളെയും നിത്യതയിലേക്ക് നയിക്കുന്നതല്ല നമ്മൾ കേൾക്കുന്ന വചനമെങ്കിൽ അതിനെ തിരിച്ചറിയുവാൻ ഒരു ദൈവകൃപ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കും. കാര്യം നമ്മുടെ ജീവിതത്തിൽ, കാരണം നമ്മൾ ക്രിസ്തുമാർഗം നമ്മുടെ പിതാക്കന്മാർ
ക്രിസ്തു മാർഗത്തെ അനുകരിച്ചതിന് മൂലം അനേക ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, അനേക കഷ്ടതകളോടെ അവർ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് ഒരു ഈസി മാർഗമല്ല. കാരണം നമ്മളൊരു ദൈവം ഒരു പവിത്രതയോടെ, പരിപാലനത്തോടെ, വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ഈ മാർഗത്തെ നമ്മൾ ലോകത്തോട് ചേർത്ത് അലിച്ചു പോയി കഴിഞ്ഞാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപക്ഷെ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാം. കാരണം നമ്മൾ സ്വർഗീയ പൗരത്വമുള്ളവരാണ്. ആ സ്വർഗീയ പൗരത്വത്തിലേക്ക് നമ്മൾ ആയിത്തീരണമെങ്കിൽ ആ സ്വർഗീയ പൗരത്വം നാം സ്വീകരിക്കണം. അതിനുള്ള ലൈഫ് നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ദൗത്യവും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ വെല്ലുവിളികളും അല്ലെങ്കിൽ എന്തുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെടുമെന്നും എന്നൊക്കെ അതുപോലെ നമ്മളെ എന്തു ചെയ്യണമെന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാം. പ്രൈസ് ദി ലോർഡ്. അതായത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിന്റെ ദൗത്യം എന്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം അതിന്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും അങ്ങനെ തന്നെ, വേറെ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്നോർക്കുക. 21-22 ഒന്ന് വായിക്കാം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസ സിസ്റ്റർ, ഈ റോമാലേഖനം നമ്മളൊന്നും വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ ദൗത്യം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് യുവർ കോളിംഗ്, അതാണ് നമ്മൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റിങ്ങിന്റെ പ്രത്യേകത, നമ്മൾ ഒരു മരത്തെ മറ്റൊരു മരവുമായിട്ട് ചേർത്തിട്ട് ആ മരം ഇച്ചിരൂടെ ശക്തി പ്രാപിച്ച് ഫലപുഷ്ടമായി തീരുവാൻ ആണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നതും അതുപോലെയാണ്. കാര്യം ഒരു കാട്ടൊലിവിനെ അല്ലെങ്കിൽ നമ്മൾ ഒരു ലോകപ്രകാരമായി പ്രാകൃതരായി ജീവിച്ചിരുന്ന നമ്മളെ എടുത്തിട്ട് വെട്ടി ഒലിവിന് നല്ല ഒലിവ് അല്ലെങ്കിൽ നല്ല ദൈവിക പൗരത്വത്തിലെ അല്ലെങ്കിൽ സ്വർഗീയ പൗരന്മാരായി നമ്മളെ ഒട്ടിച്ചത്, അതിന്റെ പർപ്പസ് കാരണം ഇത് നമ്മൾ പ്രാകൃത മനുഷ്യരായിരുന്ന നമ്മളെ ചേർത്ത് ദൈവിക സ്വഭാവത്തോട് ചേർത്ത് ഒട്ടിച്ചു. അപ്പൊ അവിടെ ഒരു കൊമ്പിനെ ചേർത്ത് ഒട്ടിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, ദ പർപ്പസ് ഓഫ് അവർ കോളിംഗ് ഈസ് ആ റൂട്ട്, ക്രിസ്തു എന്ന റൂട്ടിന്റെ ഫലം പുറപ്പെടുവിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയിട്ട് എൻ്റെ ഫലം അല്ലെങ്കിൽ ഞാനിതാണ് എന്ന് കാണിച്ച് എൻ്റെ ഒരു ഫലം കായ്ക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ഫലം കായ്ക്കുന്നവരായി, സ്നേഹം, അതുപോലെ ദീർഘക്ഷമ, അങ്ങനെയുള്ളത് നമ്മൾ ഫെസിയ ലേഖനം, ബിൽബിയ ലേഖനങ്ങളൊക്കെ വായിക്കുന്ന ദൈവിക സ്വഭാവങ്ങൾ നമ്മൾ ഉള്ളവരായി തീരുവാനാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളെ വെട്ടിക്കളഞ്ഞ വെട്ടിയെടുത്ത കൊമ്പിൽ നിന്ന് തിരിച്ചു വെട്ടുവാനും ദൈവത്തിന് അറിയാം എന്നാണ് റോമാലേഖനത്തിൽ വളരെ ഗൗരവത്തോടെ വായിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിച്ച് ഓരോ വേർഡ്സ് ബൈ വേർഡ്സ് പറയുന്നില്ല, കാരണം ഞാൻ ഇത് പ്രസംഗിച്ച് തീർക്കണം. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ വിളി എന്താണെന്ന്, നമ്മുടെ പർപ്പസ്, നമ്മളെ എന്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ചേർത്ത് ഒട്ടിച്ചു എന്നത് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് കാണുവാൻ സാധിക്കും. കാരണം അവിടെ അത്തിവൃക്ഷത്തിന്റെ ഇല മാത്രമേ അവിടെ കണ്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഫലം കണ്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ദൈവം എന്തെങ്കിലും അനുഗ്രഹം തന്ന നമ്മുടെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ഫലം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് തിരിച്ചറിയുന്ന ഒരു പകൽക്കാലമായി ഇന്ന് പകൽക്കാലം മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്
തിരഞ്ഞെടുപ്പിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് അതിനുള്ള ഒരു വെല്ലുവിളികളുണ്ട്. ക്രൈസ്ത ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ആ തിരഞ്ഞെടുപ്പിന് അതിൻ്റെതായിട്ടുള്ള പ്രതിബന്ധങ്ങളും അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളും നാം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോകുന്ന പാതയിൽ ചിലപ്പോൾ പ്രലോഭനങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അനേക കഷ്ടതകളായിട്ടായിരിക്കാം, അനേക പ്രയാസങ്ങളായിട്ടായിരിക്കാം നമ്മളെ നേരിടുന്നത്. എന്നാൽ ഇതിനെ അതിജീവിക്കുമ്പോഴാണ് നാം അതിജീവനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ശേഷിപ്പായി നാം തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ആ തെരഞ്ഞെടുപ്പിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുന്നവരായി തീരുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണമെന്ന് ആദ്യമായിട്ട് നമ്മൾ ദൈവശബ്ദം അതുപോലെ എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിയുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ ഒന്ന് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് പലപ്പോഴും നമ്മൾ എപ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും ദൈവവചനത്തിന്റെ വേർഡ്സ് ബൈ വേർഡ്സ് ആയിട്ട് ചിന്തിച്ച് പലപ്പോഴും പലരും വളച്ചൊടിക്കാറുണ്ട്. എന്നാൽ അത് എന്താണ് ദൈവം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മളിൽ നിന്ന് ഉള്ളൊരു തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനാധാരമായിട്ട് ഞാൻ രണ്ട് വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ചു മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ഞാൻ ഇവിടെ ഒരു ദൈവശബ്ദം കേൾക്കെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കുന്ന 300 പേരെയാണ് അവിടെ തിരഞ്ഞെടുക്കുക. ആ 300 പേരിലേക്ക് ഒന്ന് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം 30,000 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പേടിയുള്ളവർ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ 20,000 പേരും പോയി. ബാക്കി 10,000 പേര് മാത്രം ശേഷിച്ചു. ഈ 10,000 പേരോടും ദൈവം അരുളിച്ചത് നായ് നക്കി കുടിക്കുന്നത് പോലെ നദിയിൽ ചെന്ന് വെള്ളം കുടിക്കുവാൻ അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞത് കേട്ട ഈ 9,700 പേരും ചെന്ന് നായ് നക്കി കുടിക്കുന്ന പോലെ നേരെ കുനിഞ്ഞ് നക്കി കുടിച്ചു. എന്നാൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയത് ആ പാടെ 300 പേരാണ്. നമ്മൾ ഈ നായ് നക്കി കുടിക്കുമ്പോൾ നമ്മുടെ നാക്കും നായുടെ നാക്കും തമ്മിൽ ഒരു പ്രത്യേകത ഞാൻ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നായുടെ നാക്ക് ഒരു സ്പൂൺ പോലെ വളഞ്ഞ് അത് വെള്ളം കോരിയെടുക്കുവാൻ അതിന് സാധിക്കും. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ നാക്ക് അങ്ങനെ വളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ബുദ്ധിയുള്ള 300 പേര് ചെയ്തത് അവരുടെ കൈ കൊണ്ട് വെള്ളത്തെ എടുത്ത് ആ സ്പൂണിന്റെ പർപ്പസ് അത് ചെയ്യുന്നത്, അത് എന്നിട്ട് വെള്ളം നക്കി കുടിച്ചു. അപ്പം ഇവിടെ ദൈവം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയ ആ 300 പേരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒട്ടനെ അത് ചെയ്യുകയല്ല. അത് എന്താണ് ദൈവം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അതൊരു ഒബ്സർവേഷനും അല്ലെങ്കിൽ ദൈവം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ചെടുക്കുന്നതിന് മാത്രമേ നമ്മളും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ശേഷിപ്പായി തീരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ദൈവം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ നമ്മളും ഒന്ന് പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ ചിലപ്പോൾ നമ്മൾ ഈ വേദപുസ്തകം അല്ലെങ്കിൽ ഈ ശബ്ദത്തിന്റെ ആധിക്യവും അല്ലെങ്കിൽ ശബ്ദത്തിന്റെ മോഡുലേഷനും ഒക്കെ വെച്ച് ഒരു വാക്യത്തെ പല രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അത് തന്നെ എന്ന് വിശ്വസിച്ച് അതിലേക്ക്
അത് മുഴുവനായിട്ട് അനുസരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് നമ്മുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ ലൈക്ക് ജൂലിയസ് സീസർ ഒറ്റ പ്രസംഗം കൊണ്ട് റോമ സാമ്രാജ്യത്തെ അട്ടിമറിച്ചു. അതുപോലെ ജോസഫ് ഹീബിൾസ് എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ അനുയായി, അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് അനേകരെ ആ ആ ആ ആശയത്തിലേക്ക് ആശയം അവരെ അടിച്ചേൽപ്പിക്കുക, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അനേകരെ കൊല ചെയ്യപ്പെട്ട നാസിസത്തിലേക്ക് അനേകരെ വലിച്ചിഴയ്ക്കുവാൻ തക്കണമിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഈ കാലഘട്ടത്തിലും അനേകർ ദൈവവചനം നമ്മൾ പല രീതിയിൽ പല ഭാഗത്തൂടെ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവം പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു പ്രാർത്ഥനയോടെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെയും ഒരു ദൈവകൃപയോടും കൂടെ ദൈവവചനം കേൾക്കുന്നതിനെയും സമീപിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ദൈവം ഒരുക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മൾ ഒരു ശേഷിപ്പായിട്ട് പിന്നീട് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പിന്തള്ളപ്പെടുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം. ഒന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ ലേഖനം 6-ന്റെ 4 മുതൽ 6 വരെ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച പ്രകാശനം, ദൈവം നമ്മളെ ഒരു ദൈവിക വിളിയിൽ ഉള്ള ഒരു പ്രകാശനം നമ്മളെ ലഭിച്ചവരാണ്. ആ പ്രകാശനം ലഭിച്ചിട്ട് നമ്മൾ ലോകത്തിന്റെ ലോകത്തിലേക്കും തിരിച്ചിറങ്ങിയാൽ പിന്നെ നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാകത്തില്ല എന്നുള്ളൊരു സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല രീതിയിലും നമ്മൾ പിന്തിരിക്കുകയും പലരും നമ്മളെ ഡീവിയേറ്റ് ചെയ്യും. കാര്യം സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ലോകത്തിലേക്ക് നമ്മളെ തിരിച്ചിറക്കുന്ന അനേക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളത് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം ആയിത്തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമ്മൾ കുഴഞ്ഞു പോകാതിരിക്കുക. സദൃശ്യവാക്യം 24-ന്റെ 12 നമ്മളിങ്ങനെ വായിക്കുന്നു. ഒരിക്കൽ കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ വായിക്കുന്നത് കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നോട് ദൈവം സംസാരിച്ച ഒരു സാഹചര്യത്തിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ വരുമ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കർത്താവേ മതി, ഇനി മുൻപോട്ട് വേണ്ട എന്ന് ചിന്തിക്കുന്ന അനേക സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ നാളത്തെ പ്രഭാതം വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ രാത്രികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം ഇവിടെ പറയുന്ന കാര്യം, നമ്മുടെ കഷ്ടകാലത്ത് നാം കുഴഞ്ഞു പോയാൽ, കാര്യം നമ്മൾ കുഴഞ്ഞു പോകാൻ അനേക സാധ്യതകളും സാഹചര്യങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അനേകർ കഷ്ടകാലത്ത് കുഴഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മളെ കഷ്ടതയിലൂടെ നയിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളിലൂടെ നയിക്കുന്നുണ്ടെങ്കിൽ, നിന്ദയിലൂടെ നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുപോലെ ആ ഒരു അപ്പുറത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ എന്നെക്കുറിച്ച് ദൈവം എന്നെ ഇവിടെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് എന്താണെന്നുള്ള ഉദ്ദേശം മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ദൈവപ്രവൃത്തി
നമ്മളിൽ വെളിപ്പെടുവാൻ തക്കണം ഇടയായി തീരത്തുള്ളൂ. അല്ലാതെ നമ്മൾ നല്ല പോലെ ജീവിച്ചു എന്നിട്ട് കഷ്ടകാലത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് കാര്യം നമ്മൾ ഈ പ്രമാണിക്കുന്ന പ്രമാണവും പാലിക്കുന്ന വിശുദ്ധിയും ദൈവത്തിന്റെ കൃപയും എല്ലാം അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ അതിനെ അതിജീവിച്ച് അല്ലെങ്കിൽ ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്തിൽ ദൈവം എന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ദൗത്യം എന്നിലും നിങ്ങളിലൂടെ പൂർത്തീകരിക്കുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നാം ഒരു ശേഷിപ്പായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ലോകത്തിലേക്ക് അല്ലെങ്കിൽ ലോകപ്രകാരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ചർച്ചിലേക്കും സഭകളിലേക്കും അനേക ലോകങ്ങൾ കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗീയ പൗരന്മാരായി നാം ജീവിക്കുമ്പോൾ ആ പൗരത്വത്തിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ജീവിക്കുവാൻ തക്കണം ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്ന വേഗൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്ന വേഗൻ മാത്രമല്ലയോ. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരും നാൾ സമീപമായി, കാഹളം കേട്ടിടാൻ സമയമായി, നേരെ ഓടിടാം. ഓട്ടം തീരും നാൾ സമീപമായി, കാഹളം കേട്ടിടാൻ സമയമായി, നേരെ ഓടിടാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ദൈവം കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വരവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പായി ഞങ്ങൾ തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അതിന്റെ പിന്നിൽ ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഭാരവും പാപവും അല്ലെങ്കിൽ തള്ളി ലക്ഷ്യം നോക്കി ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളായി തീരുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ശേഷിപ്പായി ഞങ്ങളെ തീർക്കുന്നതിനാൽ സ്തോത്രം. സർവ്വമാനമോത്ത പുറ്റിനെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ യുവജനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.